السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞുള്ള തങ്ങൾ ഉസ്താദ്, അതുപോലെ ഇവിടെ ബന്ധങ്കത്തെ ഞങ്ങളെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇരുത്തവും ഞങ്ങൾ ചൊന്ന എല്ലാ ദിക്റും അല്ലാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കട്ടെ. ഞങ്ങൾ കൂടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുലോക സ്വർഗ്ഗത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ ഒരുമിച്ച് കൂടുകയുള്ള വലിയ സൗഭാഗ്യ റബ്ബ് ഞങ്ങൾക്ക് തരട്ടെ. പിന്നെ പ്രത്യേക ഓർമ്മപ്പെടുത്തിയുള്ള പെണ്ണിങ്ങല ഭാഗത്തേക്ക് ബക്കറ്റ് വന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സഹായം ഇട്ടിട്ട് സഹകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തങ്ങൾ ഉസ്താദ് ചൊന്ന പോലെ വലിയൊരു തുറന്ന വാർത്ത ഞങ്ങൾ കേട്ട 240 ടേക്ക് ഓഫ് ആയ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ 2 മിനിറ്റിൽ പൊട്ടിട്ട് പതനായിട്ട് 240 ഫുള്ളായിട്ട് മറിച്ചു പോയ അതിൽ കുറെ മുഅ്മിനീങ്ങൾ ഉള്ളാറ്, അതുപോലെ ഇന്ത്യത്തങ്ങ ഉള്ളാറ്, ഇന്ത്യത്തെ പർത്തങ്ങ ഉള്ളാറ്. അങ്ങ് ആരും ആ 2 മിനിറ്റ് മുന്നോളൂ നാ മറിച്ച് പോകണ്ടെന്ന് ചൊന്നിട്ട് ആരും വിചാരിച്ചിട്ടില്ല. അതുപോലെ കുറിയാനാലും മുന്നോളൂ വലിയൊരു കപ്പൽ തുറന്നു. പിന്നെ ഇടയ്ക്ക് ചൊന്നോലെ കോലി ആലമുള്ള ഇൻഷാ അല്ലാഹ് അതും പിലിച്ചിട്ട് നല്ല വിലക്ക് പിലിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നേർച്ച വന്ന കോലി അതും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയ പോലെ നല്ല വിലക്ക് പിലിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് എടുത്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ കപ്പൽ തുറന്ന് കുറിയനാൾ മുന്നോളായി. അങ്ങനെ ഓരോ നാളും പോകുന്തോറും ഓരോ തുറന്ന വാർത്ത ഇങ്ങനെ കേട്ടോളൂ. കല്യാണങ്ങളെല്ലാവരും ഒന്നിക്കൂ ജാവു വറങ്ങി 300-400 ചില്ലാറ ആൽമാർ ഒരു റായത്തെ ഫുൾ ആൽമാർ പിറ്റാണ്ട് സുബൈനിക്കുമ്പോ അങ്ങനെ റായമേ ഇല്ല, അങ്ങുമില്ല, എല്ലാരും മണ്ണടിയിൽ വയനാട്ടിൽ ഇപ്പോഴും മയ്യത്ത് കിട്ടാത്ത എത്രയോ ആൽമാർ അവിടെ ഭൂമിയുടെ അടിയിലുള്ള. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഓരോ നാൾ കൂടുന്തോറും ഇങ്ങനെ തുറന്ന വാർത്ത ഞങ്ങൾ കേട്ടോ. ഞങ്ങളെ കണ്ണു മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് എന്തേ ഇതിക്കല്ല കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്ന ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. എന്തേ ഇതിക്കല്ല കാരണം? കടലിലും കരലും ഇങ്ങനെ ഫസാദ്, ഇങ്ങനെ ഫിത്ന ഫസാദാവുള്ള കാരണം എന്തേ? അത് മനുഷ്യന്മാർ അങ്ങനെ കയ്യിലിരിപ്പായിട്ടിരിക്കരുത്, അങ്ങ് ആക്കിടയ്ക്കത് അത്രനായിട്ടിരിക്കല്ല കാരണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം ശുക്ർ ചെയ്തു തന്നു. റബ്ബ് തന്ന ശുക്റുകു അങ്ങ് നന്ദി ആക്കിയുള്ള അല്ലാഹു തന്നെങ്കത്തെ ഞങ്ങ ഒരു നാല് ശ്വസിക്കുന്ന ശ്വാസ ഒരു മിനിറ്റ് ഇല്ലാണ്ടായി പോയെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് കേട്ടു നോക്കൂ. ഒരു നേരത്തെ ഒരു മിനിറ്റ് ശ്വാസം അങ്ങ് തരണുണ്ടെങ്കിൽ ലക്ഷക്കണക്കിൽ പൈസ കൊടുക്കണു. ഒരു പൈസ ഞങ്ങൾ കൊടുക്കാണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര വർഷം ഞങ്ങൾ ജീവിച്ച. ഇപ്പൊ എന്റെ കണക്കിൽ 24 വർഷം പൂർത്തിയായിട്ട് 25ാമത്തെ വർഷമായോണ്ട് ആ 25 വർഷത്തെ ഒരു പോലും പൈസ കൊടുക്കാണ്ട് റബ്ബ് ഞങ്ങൾക്ക് ഇങ്ങനെ ശ്വാസം തന്നുള്ള ಅದಕ್ಕೆ ನಂಗ ರಬ್ಬಗೆ നന്ദി ആക്കിയുള്ളാമ റബ്ബക്ക് ശുക്ർ ചെയ്തുള്ളാമ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ആക്കിയ അവന് കഞ്ചാവുല, അവൻ നിസ്കരിക്കില്ലാണ്ട് ഇനൊരുത്തടെ ചൂണ്ടിക്കാട്ടാണ്ട് നാണ് എന്താക്കിയുള്ളാണ്ട് അങ്ങ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ട ഞങ്ങളെ കൽബുകൾ കൈവച്ചിട്ടൊന്ന് ഞങ്ങൾ ചിന്തിച്ചു നോക്കാം. ഞങ്ങൾ എന്ത് റബ്ബക്ക് ശുക്റാക്കിയ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പം മറിച്ചിട്ട് പോകണ്ടെന്ന് ಗೊತ್ತಿಲ್ಲ, എപ്പം ഞങ്ങൾ മറിച്ചിട്ട് പോകണ്ടെന്ന് ಗೊತ್ತಿಲ್ಲ. തണ്ണിലുള്ള പുഗ്യ പോലെ എപ്പോ പൊട്ടൂന്ന് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. വലിയ വലിയ തുറന്ന അനാഹുത അപകടങ്ങളെ തൊട്ട് റബ്ബ് ഞങ്ങളെ കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എപ്പോ മരിക്കറാണ് ചൊല്ലാവില്ല, ആ മരിക്കര മുന്നോലോ നല്ല സൽക്കർമാക്കിട്ട് വേണം. ഞങ്ങൾക്ക് ഒരു സൽക്കർമാക്കോ ചാൻസ് കിട്ടിയെങ്കിൽ 12 താരീഖില് വാദി ഇർഫാനിൽ വെച്ചിട്ട് റിഫായി റാത്തി കൊണ്ടുകൊണ്ടു ഞങ്ങൾ കേട്ടെങ്കിൽ ഞങ്ങൾ സൽക്കർമാക്കുള്ള വലിയ തൗഫീഖ് മാഷാ അല്ലാഹ് കുറേ ആൾ വന്ന് എത്തിരർ. നിങ്ങൾക്കെല്ലാം അതുക്കുള്ള തൗഫീഖ് കിട്ടി. ഇത് കേട്ടിട്ട് എത്രയോ ആൾമാർ ഇത് കേട്ടത്, സ്റ്റേറ്റസ് കണ്ടത്, തങ്ങൾ ചൊന്നത് കേട്ടത്. ബട്ട് അങ്ങക്ക് ആ തൗഫീഖ് കിട്ടിയിട്ടില്ല, ആ സൽക്കർമാക്കുള്ള തൗഫീഖ് അങ്ങക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് അത് കിട്ടിയത്.
അതാണ് ഒരു സൽക്കർമാക്കുക നിങ്ങൾ തൗഫീഖ് കിട്ടി അപ്പൊ നിങ്ങൾ ആ ചാൻസ് നിങ്ങൾ മുതലെടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ അവസരം നിങ്ങൾ മുതലെടുക്കും. അത് എത്ര ചെറിയ സൽക്കർമാണെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട് ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, കിട്ടിയത് ചെറിയ ഒരു സൽക്കർമ്മം അതിന് നീ എന്ത് നിസ്സാറായിട്ട് കാണണ്ടാണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാടി കൊണ്ടു മുത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് കിട്ടിയ അവസരം നിങ്ങൾ മുതലെടുക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് എല്ലാവരും ഒരു സ്വഹാബിനെ വിചാരിച്ചിട്ട് അയൽക്ക് കിട്ടിയ വലിയ സൗഭാഗ്യത്തെ വിചാരിച്ചിട്ട് എല്ലാവരും സ്വഹാബത്ത് പരസ്പരം മുണ്ട തുടങ്ങിയത്. നക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയെങ്കിൽ എല്ലാവരും പരസ്പരം മുണ്ട തുടങ്ങിയത്. അപ്പൊ വിഷയന്തിരെ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പാതിരാജാവെഞ്ചിനും തഹജ്ജുദ് നിസ്കരിക്കും. ആ തഹജ്ജുദ് നിസ്കരിക്കുകയായിട്ട് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചളിയുള്ള ജാവുലു മുത്തായ തങ്ങ ഉളു എടുക്കുന്നതിനെ പറത്ത് പണ്ട് മദീനത്തെ ചളി ചെന്നെങ്കിൽ അവിടെ പോയെങ്കിൽ ചൊല്ലർ ചളിയുടെ ആ സിറ്റുവേഷനിൽ അവർ ക്ലൈമറ്റ് നല്ല ചളിയുള്ള. അപ്പൊ ആ ഒരു ചളിയുടെ ടൈമിൽ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉളു എടുക്കാൻ വേണ്ടി പറത്തിങ്ങനെ വന്നപ്പോ ആ ഒരു ഭയങ്കര ചളിയുള്ള ജാവു ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു നല്ല ചൂടുള്ള തണ്ണി പിടിച്ചിട്ട് ഗടഗടാ ബെർസോണ്ടിങ്ങനെ നിണ്ടര്. ഇത് കണ്ടിട്ട് മുത്തായ തന്നെ കേക്കിട് യാ റബീഅ എന്റെ കൂടെ നിണ്ടരെ. റബീഅ റളിയല്ലാഹു അൻഹു ചൊല്ലു യാ റസൂലല്ലാഹ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക തീരാ, നിങ്ങൾക്ക് വിഷമാവുക തീരാ, നിങ്ങൾക്ക് പ്രയാസാവുക തീരാ ചൊന്നിട്ടു ഞാൻ നല്ല ചൂടുള്ള തണ്ണി പിടിച്ചിരുന്നു നബിയെ. നല്ല ചളിയല്ലേ, ചപ്പ തണ്ണിൽ ഊതെടുക്കുക പങ്കാവലേ, ചൂട് തണ്ണി പിടിച്ച് നിന്റെ നബിയായിട്ട് റബീഅ റളിയല്ലാഹു അൻഹു ചൊന്നപ്പ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാരി ഒരു കുസിയേറ്റി നക്കുബേനായിട്ട് ഈ ചളിയുള്ള ജാവുല് എല്ലാവരും ഒല്ലി ബാച്ചിൽ ഉറങ്ങിയിരിക്കുമ്പോ നക്കുബേനായിട്ട് ഉറങ്ങാണ്ട് ഈ ചലിച്ചിട്ട് നിன்றല്ലേ യാ റബീഅ സൽ യാ റബീഅ എന്ത്ര വേണു റബീഅ കേക്ക്. റബീഅ റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയൊരു അവസരം എന്ത്ര കേക്കേണ്ട് കേട്ടപ്പ ഞങ്ങെന്ത്ര കേക്കത്ത ഞങ്ങൾ കുറെ കടവുണ്ടോ, ഞങ്ങൾക്ക് അവവേണു അവയില്ല പാടികളുള്ളു ഇങ്ങനത്തെ ദുനിയാവിയായ ആവശ്യം അതെല്ലാം വേണു എന്നാലും ഞങ്ങൾ അങ്ങനത്തെ കേക്കത്ത. ബട്ട് റബീഅ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ എല്ലാ ആവശ്യം റബീഅ റളിയല്ലാഹു അൻഹു കൊണ്ടു അവിടെ റബീഅ റളിയല്ലാഹു അൻഹു കിട്ടിയ അവസരം മുതലെടുക്കരുത്. റബീഅ റളിയല്ലാഹു അൻഹു കേക്കരു അസ്അലുക മുറാഫതക ഫിൽ ജന്ന, നബിയെ സ്വർഗ്ഗത്തിൽ നബിയെ ചങ്ങായിയായിട്ട് വേണം, ഒട്ടിക നബിയെ ഒരു സ്ഥാനം നക്ക് വേണു. ഇത് കേട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോലും റബീഅ ഇങ്ങനത്തെ ഒരു ചോദ്യം കേൾക്കുന്നു വിചാരിച്ചിട്ടില്ല. എന്തെങ്കിലും കേൾക്കൊണ്ട് കേട്ടിട്ടേ മുത്തായ തങ്ങ ഇങ്ങനെ കേട്ടേ, ബട്ട് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നു മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങ കേൾക്കട്ടെ അവ ഗൈറ ദാലിക റബീഅ ഇതേ ബേന വേറെന്തോ അവല റബീഅ എന്ന് കേട്ടപ്പോ ഇല്ല നബിയെ നക്ക് ഇതേ ബേനു നബിയെ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊന്നപ്പോ എന്നാ റബീഅ നിക്ക് നാണ് അതുക്കുള്ള അവസരം തന്നെ നീ അക്സിറു സുജൂദ സുജൂദാക്കുന്നത് നിസ്കരിക്കുന്നതിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് ചൊന്നപ്പ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ഒരു അവസരം ഇത് കേട്ടപ്പ സ്വഹാബത്ത് ഫുള്ളു എല്ലാ സ്വഹാബത്തും ഭയങ്കര കൊതിച്ചു പോയാറ്. റബീഅ കിട്ടിയ ഒരു അവസരം നമുക്കും കൂടി കിട്ടിയെങ്കിൽ ഒരൊറ്റ ജാവ് കൊണ്ടാണ് റബീഅ റളിയല്ലാഹു അൻഹു അത്ര വലിയ സ്ഥാനം കരസ്ഥമാക്കി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഞാൻ സ്വന്തവന്നോല്ല വിഷയം ഞങ്ങൾക്ക് സൽക്കർമാർക്കും ചെറിയ അവസരം കിട്ടിയെങ്കിൽ അത് ഞങ്ങൾ മുതലെടുക്കും. കാരണം ഏത് സൽക്കർമ്മ ആക്കിയിട്ട് ഞങ്ങൾ വിജയിക്കുകയെന്ന് ചൊല്ലാവില്ല. റബ്ബ് ഞങ്ങളെ വിജയിപ്പിക്കാട്ടെ, റബ്ബ് ഞങ്ങളെ കാക്കടെ സ്വർഗത്ത് കിട്ടി ഞങ്ങൾക്ക് ഏത് സൽക്കർമ്മ കൊണ്ടും ഞങ്ങൾക്ക് ചൊല്ലാവില്ല. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ചങ്ങായിയുടെ സ്വപ്നത്തിലെ കണ്ടപ്പ ഗസാലി ഇമാമിന്റെ ചങ്ങായി കേക്കറ് നിങ്ങ എങ്ങനെ വിജയിച്ചത്? ഞങ്ങളെ വിജയിച്ച രൂപത്തിൽ ഒരു സിംഹാസനത്തിൽ വെച്ച രൂപത്തിലാണ് ഗസാലി ഇമാമിനെ കാണേ. അപ്പൊ നിങ്ങൾ എങ്ങനെ വിജയിച്ചേന്ന് കേട്ടപ്പ ഗസാലി ഇമാമു ചൊല്ലു നാ കുറേ കിതാബ് എഴുതിയ ഗസാലി ഇമാമു ചൊന്നെങ്കിൽ ജീവിതം മൊത്തം കിതാബ് എഴുതുവാനായിട്ട് ദീനുക വേനായിട്ട് ഫിഖ് വേനായിട്ട് തസൗഫ് വേനായിട്ട് ചെലവഴിച്ച് വലിയ മഹാൻ ഇഹ്യാ ഉലുമുദ്ദീൻ ചൊല്ലെ വലിയ വലിയ ഗ്രന്ഥ എഴുതിയത് വലിയ മഹാൻ. അയാൾ ചൊല്ലു നാ കുറേ കിതാബ് എഴുതിയ കുറേ നാളെ ഇൽമുക വേണ്ടി ചെലവഴിച്ചര, ബട്ട് അതൊന്നും നക്ക്
ഉപകാരത്തിൽ വന്നിട്ടില്ല. ഞാൻ അള്ളാഹു തന്നെ ആ ഒരു ഇതില്ലേ, നമുക്ക് തന്നെ അള്ളാഹു കുറെ സൗഭാഗ്യമില്ലേ, അതുപോലെ ശുക്രായിട്ട് അതൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ വിജയിച്ചതിന് ഒന്നുണ്ടാ. ഞാൻ ഒരു നാൾ ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ ഈപ്പ, പണ്ട് കിതാബ് എഴുതിയ ഷായി പെണ്ണ് ഇങ്ങനെ ഷായി മുക്കിട്ടായിരിക്കും, കലമു ഷായി മുക്കിട്ട്. അപ്പൊ ആ ഷായി കുടിക്കുമ്പോനായിട്ട് ഒരു ഈപ്പ എന്താക്കിട്ട് ആ പെണ്ണിയുടെ കൊടിയിൽ വന്ന് വെച്ചിട്ട്, അപ്പൊ ഞാൻ എന്താക്കിയ ഒരു മിനിറ്റ് ഒരു 2 സെക്കൻഡ് അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത, കുടിക്കട്ട് ചൊന്നിട്ട് വെച്ചിട്ട് അതൊക്കെ ഞാൻ റഹ്മത്താക്കി കൊടുത്ത. ആ കാരണത്തിൽ റബ്ബ് നക്ക് റഹ്മത്താക്കി സ്വർഗ്ഗ തന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങ ആഖിറെ ഏത് സൽക്കർമ്മ കൊണ്ട് ഞങ്ങ വിജയിക്കണമെങ്കിൽ ചൊല്ലാവില്ല. അതുകൊണ്ട് കിട്ടിയ അവസരമെല്ലാം ഞങ്ങൾ മുതലെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവ് കൊണ്ടും ആഖിറ കൊണ്ടും വിജയിച്ചങ്ങളെ കൂട്ടത്തിൽ റബ്ബ് ഞങ്ങളെ ഉൾപ്പെടുത്തിട്ട് വലിയ വലിയ അപകടങ്ങൾ കേട്ടുകൊണ്ട് മലവും ഗുഡ്ഡചരിടവും അങ്ങനെ കുറെ പ്രളയം എന്നെ ഞങ്ങൾ കേട്ടുള്ള നിരന്തരമായിട്ട് കേട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെയും കുടുംബത്തെയും റബ്ബ് ഞങ്ങളെ ഉസ്താദുമാരെയും ഇങ്ങനത്തെ അപകടങ്ങളെ തൊട്ട് റബ്ബ് കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തന്റെ കർത്തവ്യ ചൊല്ലിക്ക് സ്വാഗതാക്കരുതായിരിക്കരുത്. ഞങ്ങൾ ഈ പരിപാടി നേതൃത്വം കൊടുക്കണേ സയ്യിദ് തങ്ങൾ ഉസ്താദായിരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വാഗതമായിട്ട് ചൊല്ലുന്നു. അതുപോലെ കുറേ ആൾമാർ ഞങ്ങളെ റാത്തീബുകൾ നേതൃത്വം കൊടുത്തെങ്കത്തെ മസൂദ് സാദി ഉസ്താദ്, അതുപോലെ ഞങ്ങളെ മമ്മുഞ്ഞാക്ക, മുഹമ്മദ് കുഞ്ഞു ജോഗിപ്പെട്ടു, ബഷീർ ഹാജി, അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ജോഗിപ്പെട്ടു, അതുപോലത്തെ കജമാർ ഹാജി, അതുപോലത്തെ കുറെ സാരഥികമാരും സ്ഥാപനത്തിൽ എല്ലാ നിലക്കും സ്നേഹിക്കറാങ്ങ, തങ്ങൾ ഉസ്താദിനെ മഹബത്ത് വെക്കറാങ്ങ കൂടെ വന്ന് എത്തിരറ്. ഇനി കുറെ ആളെ പേര് ചൊല്ലോ ബാക്കിക്കും. ഇൻഷാ അല്ലാഹ് ആരും ബേജാറാക്കണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുള്ള എല്ലാരെ പ്രവർത്തനവും എല്ലാം ഞങ്ങൾ ആക്കിടക്കത്തെ ഓരോ ഹറക്കത്തും സകനാത്തും റബ്ബ് കണ്ടുള്ള ലിവജിഹില്ലാണ്ടാകുമ്പോ റബ്ബ് എല്ലാം ഞങ്ങളത് കാണണ്ട. അതുകൊണ്ട് ഞങ്ങളെ ഈ സ്ഥാപനത്തും ഈ ഒരു പരിപാടിയും എല്ലാ നിലക്ക് സഹകരിക്കരുത്, എന്തെല്ലാം നിലക്ക് സഹകരിക്കലുള്ള എല്ലാവർക്കും റബ്ബ് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം ചൊന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ സ്വാഗത പ്രസംഗം അവിടെ നിപ്പാട്ടിയുള്ള വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ കോലിയാലം നടന്നുകൊണ്ട് നുപാട് തുടങ്ങി. ഇൻഷാ അല്ലാഹ് പോയിട്ട് നല്ല വില കൊടുത്തു നേർച്ച വന്ന കോലി എല്ലാം പവർ ജാസ്തി ഇൻഷാ അല്ലാഹ് നല്ല വില കൊടുത്തിട്ടു അത് കൈലാക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.